ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ദേശീയ തലത്തിൽ ഒരുപാട് വിവാദ വിഷയങ്ങളിലേക്ക് കൈകടത്തുകയും അത്തരം വിഷയങ്ങളിലൂടെ ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും പിടിച്ചുപറ്റുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് ഹിന്ദു മഹാസഭ. അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് അത്യാവശ്യം മാധ്യമ ശ്രദ്ധ ലഭിച്ചപ്പോൾ ഇങ്ങനെ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന വിഷയങ്ങളിലേക്ക് കൈകടത്തുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് ഹിന്ദു മഹാസഭക്ക്. ഈ ഹിന്ദു മഹാസഭക്ക് കേരളത്തിലും ആളുകളുണ്ട്. ഹിന്ദു മഹാസഭയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ ഒപ്പിച്ച ഒരു പണിയും സംസ്ഥാന അധ്യക്ഷന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൊടുത്ത ഒരു 8ന്റെ പണിയും പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ ഹിന്ദു മഹാസഭയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു റോള് ആവശ്യമാണ്. അപ്പോൾ ശബരിമലക്ക് ബദലായിട്ടുള്ള ഒരു പ്രശ്നം, മുസ്ലിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും ഒരു വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിയമ പോരാട്ടവുമായി കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ തന്നെ മാധ്യമ ശ്രദ്ധ ലഭിക്കും. ഇവരാഗ്രഹിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ കേരളത്തിലെ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷൻ എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി. ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നും ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് വർഗീയാന്തരീക്ഷം സൃഷ്ടിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു താക്കീത് ഹൈക്കോടതി കേരളത്തിലെ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിട്ടുള്ള സ്വാമി സായി ദത്തേത്രേക്ക് നൽകുകയും അവിടുന്ന് കണ്ടം വഴി ഓടുകയും ചെയ്തു. തുടർന്ന് ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെയും സ്വാമി സായി ദത്തേത്രേയ സമീപിച്ചു. സുപ്രീം കോടതി ആവട്ടെ ഈ വിഷയം പരിഗണനയിൽ എടുക്കുകയും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള കാര്യം പറയുകയും ചെയ്തു. സുപ്രീം കോടതി ചോദിച്ചത് സ്വാമി സായി ദത്തേത്രേക്ക് എന്ത് അവകാശമാണ് ഈ വിഷയത്തിൽ ഇടപെടാനുള്ളത് എന്ന്. ഇത്തരം വിഷയങ്ങളുമായി സുപ്രീം കോടതിയെ സമീപിക്കരുത്, ഇങ്ങനെയുള്ള വിഷയവുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ജനശ്രദ്ധയ്ക്കും മാധ്യമ ശ്രദ്ധ ലഭിക്കാനും വേണ്ടിയാണെന്ന് സുപ്രീം കോടതി തുറന്നടിച്ച് പറഞ്ഞപ്പോൾ സ്വാമി കണ്ടം വഴി ഓടുകയാണ്. ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷന് ഒരു തരത്തിൽ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഒരു പ്രശ്നം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടൽ ആ വിഷയത്തിൽ കൃത്യമായ ഒരു തിരിച്ചടി ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷന് നൽകുകയും ലഭിക്കുകയും ചെയ്തു. അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. എന്നാൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. മുസ്ലിം സ്ത്രീകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ, നിലവിൽ സമീപിച്ചിട്ടുണ്ട്, ഈ വിഷയം പരിഗണിക്കുന്നതാണ്. എന്നാൽ പോലും പള്ളിയിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം മുസ്ലിം സ്ത്രീകൾക്ക് ഇല്ല എന്നും കോടതി പറയുകയുണ്ടായി. അങ്ങനെ വർഗീയാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള സ്വാമിയുടെ ശ്രമത്തിന് 8ന്റെ പണിയാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.